നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 7 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളുടെ കൂടെ പരിചാരികയായി നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടുന്ന് മുറിവുകൾ ബാധിക്കുന്ന മുറിവുകളാവുന്ന സ്വഹാബിമാരെ ചികിത്സിക്കുവാൻ വേണ്ടി യുദ്ധക്കളങ്ങളിൽ നഴ്സിംഗ് ചെയ്തിരുന്ന മഹദിയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൽതഫത്തു യൗമ ഉഹദിൻ യമീനൻ വലാ ശിമാലൻ ഇല്ലാ റഅയ്തു നസീബ തുഖാതിലു അന്നി. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അവസാന ഘട്ടം പരാജയമായി മാറിയ ഒരു യുദ്ധമാണല്ലോ. ബദറിലെ വിജയത്തിന് ശേഷം ഖുറൈശികൾ പകരം വീട്ടാനുണ്ടാക്കിയ യുദ്ധമായിരുന്നു ഉഹദ്. ഉഹദ് എന്ന് പറയുന്നത് മദീനയാണ്, മദീനയുടെ പരിസരമാണ്. മദീനയിലേക്ക് ശത്രുക്കൾ മക്കയിൽ നിന്ന് വന്ന് ഹബീബിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന യുദ്ധം. അവിടെ ഹബീബായ നബി തങ്ങൾ അമ്പെയ്ത്തുകാരോട് താഴെ വരരുത് ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞു നിർത്തിയ ജബലുർ റുമാത്ത് എന്ന കുന്ന് ഇന്നും നമ്മൾ മദീന കാണാൻ പോകുമ്പോൾ കാണുന്നുണ്ട്. സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദിലെ 70ഓളം ശുഹദാക്കൾ കിടക്കുന്ന ആ ഒരു കെട്ട് നമ്മൾ ഉഹദിൽ കാണുന്നുണ്ട്. അവിടെ വലിയൊരു മനോഹരമായ മസ്ജിദ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുവരെ കിംവദന്തി റൂമർ പരന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു അത്. എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് ശത്രുക്കളങ്ങ് പറഞ്ഞു പരത്തിയാൽ മുസ്ലിമീങ്ങളുടെ ഊർജം അവിടെ തീർന്നു പോകും. അവര് പിന്നെ യുദ്ധക്കളം വിട്ട് ഓടും. പുണ്യനബിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ്, ഹബീബില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ, ഹബീബില്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് സ്വഹാബിമാർ യുദ്ധക്കളം വിട്ടു പോകണം. ആ ഒരു ലക്ഷ്യത്തിന് കിംവദന്തിയും പച്ചനുണയും പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിജയം നേടാൻ ശ്രമിച്ച നേരം ഹബീബാ നബിയുടെ ചുറ്റുഭാഗത്തു നിന്നും സ്വഹാബിമാർ ചിന്നിച്ചിതറി ഓടുന്ന നേരം നുസൈബാ ബീവി റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ പുണ്യനബി പറയട്ടെ, ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോൾ എന്റെ മുമ്പിലോ പിറകിലോ സൈഡിലോ എനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ നസീബ ബീവിയെ ഞാൻ കണ്ടിരുന്നു ഉഹദിലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരിലെ മുറിവ് പറ്റിയവരെ ചികിത്സിക്കാൻ, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അങ്ങനെ ഹബീബിന്റെ കൂടെ 7ഓളം യുദ്ധങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ വരെ സംബന്ധിച്ച ഒരു ഹെൽപ്പറാണ്, സഹായിയായിരുന്നു നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹാ. അവരുടെ പ്രിയപ്പെട്ട മകൻ ആ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുറിവ് പറ്റിയ മോനാണ് അവരുടെ മോന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്സിബ് ജർഹക്, മോനെ മോനെ നിന്റെ മുറിവ് ചോര ഒലിക്കുന്നുണ്ട്, നീ മുറിവൊന്ന് കെട്ടേണമേ, ഒരു തുണിയെടുത്ത് നിന്റെ മുറിവൊന്ന് കെട്ട്. യഅ്സിബ് ജർഹക്. അപ്പോഴാണ് ഉമ്മ കാണുന്നത്. ഉമ്മ ഓടി വന്ന് ആ മോന്റെ മുറിവിൽ തുണി വെച്ചു കൊടുത്ത് തന്റെ മകന്റെ മുറിവ് പോലും വെച്ചു കെട്ടിക്കൊടുത്തത് ഈ ഉമ്മയാണ്, നസീബ ബിൻതു കഅബ് അൽ മാസിനിയ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് പറഞ്ഞു, ഖാതിൽ അദാ അല്ലാഹി ഫീ സബീലില്ലാഹ്. മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അവിടെ മിണ്ടാതെ പോയിരുന്നു, ഇനി അനങ്ങണ്ട എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണവർ, അല്ലാഹുവിന്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരാണവർ. മോനെ നിന്റെ കരുത്ത് ഹബീബിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ്, അതുകൊണ്ട് മുറിവ് ഞാൻ കെട്ടിത്തന്നു, ഓടിച്ചെല്ല് ഹബീബിന് വേണ്ടി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്നെ തന്റെ മകനെ തിരിച്ചുവിട്ട ധീരയായ ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, നമ്മുടെ മക്കള് അറബി കോളേജിലെ ദർസിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം ശരിയായിക്കൊള്ളുന്നില്ല, സ്വാഭാവികമല്ലേ. വീട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഉറപ്പാണ്. വസ്ത്രങ്ങൾ അലക്കാൻ അവര് തന്നെ ചെയ്യേണ്ടി വരും. ഉറക്കം ശരിയാവണമെന്നില്ല, ശരീരം മെലിഞ്ഞു പോയേക്കും. അങ്ങനെ വീട്ടിലേക്ക് മാസ ലീവില് കടന്നു വരുമ്പോൾ ഉമ്മമാർക്കൊരു സങ്കടം പൊട്ടാനുണ്ട്. എൻ്റെ മോൻ്റെ ചേല് കാണാൻ വയ്യ, എൻ്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. ശരി തന്നെയാണ്, പഠിക്കുന്ന കാലം അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന
കാലത്ത് ഞങ്ങൾ പറയും ജീവൻ നിൽക്കാനുള്ള ഭക്ഷണമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമായൊരു പോഷണമോ ഒരു 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 പച്ചക്കറിയുടെ വെള്ളം നീട്ടിയൊരു കറിയും കുറച്ച് ചോറും ഇത് നിന്നിട്ടാണ് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ ഒക്കെ മാഷാ അല്ലാഹ് നമ്മൾ ക്യാൻറ്റീനൊക്കെ ഉഷാറാണ് അല്ലേ, പട്ടിണി കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല. അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയും വരുന്നില്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നത് മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഇതിലും വലിയ കഷ്ടപ്പാടായിരുന്നു. ഞങ്ങളത് കേട്ടിട്ടാണ് വളരുന്നത്. അവർ ഉണക്കറൊട്ടിയും മുതിരൊക്കെ തിന്നിട്ട് ജീവിച്ച കഥയാണ് നമ്മുടെ ഉസ്താദന്മാർ പറയുക. അപ്പം ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ഭയങ്കര സ്വർഗത്തിലാണല്ലോ. ഇപ്പം ആലോചിച്ച് നോക്കാൻ പഠിച്ചവനെ നമ്മുടെ കാലം കഷ്ടക്കാലമായിരുന്നു. അത് സ്വാഭാവികമാണ്. ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മെലിഞ്ഞുണങ്ങി വരുമ്പോൾ നമുക്കൊരു നേരം തോന്നിപ്പോകും ഇനി വിടണ്ട എന്ന്, ഇനി പോവണ്ട എന്ന്. നമ്മുടെ മകന്റെ ശരീരമേ മെലിഞ്ഞിട്ടുള്ളൂ, ആത്മാവിന് ഉണർവാണെന്ന് മനസ്സിലാക്കാൻ മറന്നു പോവരുത്. അവരുടെ ചിന്തകളിൽ, അവരുടെ ബ്രെയിനിൽ കിതാബും സുന്നത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. അഥവാ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആലിമീങ്ങളെ കാണുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. എത്ര ലേറ്റായി ഉറങ്ങിയാലും സുബഹിക്ക് എണീക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ മക്കള് ഇൽമിന്റെ വഴിയിലാണ്. അതുകൊണ്ട് വരുന്ന മക്കൾക്ക് വരുന്ന ക്ഷീണം സാരമില്ല, അവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഒരൽപ്പമെങ്കിലും മനസ്സിന് കരുത്ത് വേണം എന്ന് സൂചിപ്പിക്കുകയാണ് ചില ഉമ്മമാരെങ്കിലും. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മോനെ പറഞ്ഞയക്കുന്നില്ല. എന്തേ? കാണാൻ വയ്യ. നസീബ ബിൻതു കഅബിൽ മാസിനിയ സ്വന്തം മകന്റെ കാലിന് ആഴമേറിയ മുറിവുണ്ടായപ്പോ മഹദി റളിയല്ലാഹു അൻഹു ഓടി വന്ന് മകന്റെ കാലിൽ തുണി കൊണ്ട് ചുറ്റിക്കൊടുത്തിട്ട്, മോനെ ഇനി യുദ്ധത്തിന് പോവണ്ട എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ വിളിക്കുന്നത്, ഹബീബിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, ലോകത്തിന്റെ ഗുരുവിനെയാണ് അവർ കൊല്ലാൻ വന്നത്. അതുകൊണ്ട് മോനെ തിരിച്ചു പോ, ഹബീബിന്റെ കൂടെ ചെല്ല് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക്, ഉഹദിലേക്ക് തന്റെ മകനെ തിരിച്ചു പറഞ്ഞയച്ച ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. നമ്മൾ കോളേജിലേക്ക് എഴുതിച്ചു പറഞ്ഞേക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ദർസിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക്. ആ ഉമ്മ ഇങ്ങനെ മകനോട് ചെയ്തുവെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളും ഒരു കടപ്പാട് വേണ്ടേ? അത്രയൊന്നും നമ്മളോട് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ ഇന്ന്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമല്ലല്ലോ ഇത്. നമുക്ക് നമ്മുടെ മക്കൾ ഇൽമ പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പറഞ്ഞേക്കാൻ സാധിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ, അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. മഹദിയായ നസീബ ബിൻതു റളിയല്ലാഹു അൻഹ ഖാതിൽ അദാ അല്ലാഹി ഫീ സബീലില്ലാഹ്. തന്റെ മകനെ അമ്പെയ്ത് കാലിൽ മുറിവ് പറ്റിയ ആളെ നസീബ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഇങ്ങനെ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. മകന്റെ കാലിലൊരു അമ്പ് ഒന്ന് തറച്ചതാണ്. ആലോചിക്കൊരു മുട്ടുസൂചി കുത്തിയ എന്തായിരിക്കും അവസ്ഥ? മുട്ടുസൂചി, ഞാൻ പറഞ്ഞു വിരലിൻ്റെ ഒക്കെ സൈഡെടുത്ത് ആ ഒരു തൊലി അങ്ങ് പൊലിഞ്ഞു പോകുന്നത്. ഞാൻ അങ്ങനെ പടച്ചോനെ, അതെന്തൊരു വേദനയാണ്. നഖമൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറി കട്ട് ചെയ്തു പോയാൽ എന്തൊരവസ്ഥയാണ്. ഇത് കാലിലും നെഞ്ചിലൊക്കെ വന്ന് അമ്പും വില്ലൊക്കെ വന്ന് തറക്കുക. ഇരുമ്പാണത്, കുളത്തുണ്ടാവും. അത് എടുത്താൽ തന്നെ ഇറച്ചങ്ങ് പോരും. എന്തൊരു വേദനയായിരിക്കും. അനസ്തേഷ്യ ഉണ്ടോ എന്ന്, ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടോ, വല്ല ഡീപ്പ് ഹീറ്റ് സ്പ്രേ വല്ലതും അടിക്കാനുണ്ടോ? ഒന്നുമില്ല. അന്ന് വല്ല പച്ചമരുന്നും കെട്ടി കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഓടുമോനെ, തിരിച്ചു പോ, നീ പോയി വീട്ടിൽ പോയി ഇരിക്കുന്നല്ല പറഞ്ഞത്, തിരിച്ചു പോ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോ. എന്നിട്ട് തന്റെ മകനെ മുറിവ് വരുത്തിയ ആളെ തക്കം പാർത്തിരിക്കുകയായിരുന്നു നസീബ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ആ ഉമ്മ തന്റെ കയ്യിൽ ഊരിപ്പിടിച്ചുകൊണ്ടുള്ള വാളുകൊണ്ട് തന്റെ മകനെ വധിക്കാൻ വന്ന മനുഷ്യനെ വകവരുത്തിയിട്ടുണ്ട്. മഹദിയായ നസീബ റളിയല്ലാഹു അൻഹ. അയാള് താഴെ വീഴുകയും ആ മനുഷ്യനെ വകവരുത്തുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഇസ്തഖത്തി യാ ഉമ്മു അമാറ, നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ പ്രതികാരം ചെയ്തുവല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഫറക വഅഖറ ഐനകി മിൻ അദുവകി വഅറാക തഅറകി ബിഐനൈകി. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. നിങ്ങളുടെ മകനെ മുറിവരുത്തിയ ആളെ കണ്ണിൽ കാണിച്ചു തരികയും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രതികാരമെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞുവല്ലോ.
അവിടെയാണ് ഇബ്നു ഖംആ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വരുന്നത്. ഇബ്നു ഖംആ മുശ്രിക്കായ ആളായിരുന്നു. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി ഉഹദിൽ ഓടി വരുമ്പോ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബിന് സംരക്ഷണം കൊടുത്തത് സ്വഹാബികളിൽ മുതിർന്ന ആളുകളൊക്കെ ഛിന്നിച്ചിതറി കിടക്കുന്ന നേരം മഹദിയായ നസീബ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയാണ് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർത്തത്, ഇബ്നു ഖംആയെ തിരിച്ചോടിച്ചത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ബാറകല്ലാഹു അലൈക്കും അഹ്ല ബൈത്തിൻ മുഅ്മിനീൻ. സത്യവിശ്വാസിനികളുടെ വീടേ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ആ മഹദിയുടെ ത്യാഗം കണ്ടുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലനാ. നബിയേ, ഞാൻ ഈ സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഇവിടെ ഓടുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്. ഉദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരായി ഉമ്മു അമാറയെയും ഉമ്മു അമാറയുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ തരേണമേ എന്ന് ഉഹദിന്റെ യുദ്ധത്തിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, പള്ളിയിൽ മദ്രസയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ അബ്ശിറു അബ്ശിർന, സന്തോഷിച്ചോളൂ. അവർക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, ദർസിന് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി എത്രയോ വീടുകളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒരു മുതഅല്ലിമിന് സ്വന്തം മക്കളെ കാണുന്ന പോലെ കണ്ട് വളർത്തിയ എത്രയോ വീടുകൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ താലോലിച്ചു വളർത്ത മുതഅല്ലിമീങ്ങൾ, എത്രയോ പണ്ഡിതന്മാരായി മാറിയത് എത്രയോ വീടുകളിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണ്. നിങ്ങൾക്ക് ദീനിന് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ സേവനമാണത് എന്ന് മറക്കാതിരിക്കുക. ആ നന്മയെ മുൻനിർത്തി പോലും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഭക്ഷണം നൽകിയ ആ ഒരു നന്മയെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, റബ്ബേ എൻ്റെ മക്കൾക്ക് ശിഫ കൊടുക്കണേ, കടങ്ങൾ വീട്ടിത്തരണേ, സമാധാനം തരണേ. അല്ലാഹുവിനോട് നിങ്ങൾക്ക് തവസ്സുൽ ചെയ്ത് ദുആ ഇറക്കാൻ പറ്റുന്ന അമലാണത്, വലിയ നന്മയാണത്. അതൊന്നും ചെറുതായി കാണരുത്. അതുകൊണ്ട് തന്നെ അത്തരം വീടുകളിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഉന്നതകളിലേക്ക് എത്തിയിട്ട് ഒരിക്കലും മറന്നു പോവല്ലേ. ഉസ്താദുമാരോട്, മുതഅല്ലിമീങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അന്നം തന്ന, വെളിച്ചം തന്ന, വസ്ത്രം വാങ്ങിച്ചു തന്ന, സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് താലോലം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവരെ മറന്നു പോവരുതേ. അവർ തന്ന ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ്, അവരെ കൊടുന്ന് കുടിച്ച ചായയും വെള്ളവും, അത് നിങ്ങളുടെ ഊർജമായി മാറി, ശരീരമായി മാറി, നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ ഒരു ഓഹരി ആ വീട്ടുകാർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാത്മീയ ബന്ധം അവിടെ തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ നന്മകൾ ചെറുതായി കാണരുത്. ലാ തഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ. ചെയ്യുന്ന ഒരു നന്മയും ചെറുതാണ് എന്ന് വിചാരിക്കരുത്. ചില ആളുകൾ പറയുന്നത്, പൈസ എന്താ വെച്ചാൽ കൊടുക്കാം, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ലേ, സാധിക്കും. മുതിർന്ന ആണുങ്ങളും പുരുഷന്മാരൊക്കെ ഉള്ള വീടാണ്. ആ ഒരു നേരം നമ്മൾ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന് കൂലി നമുക്ക് കിട്ടൂലേ. പിന്നെ ചിലർ പറയും, ഉസ്താദിന് ഇപ്പോൾ എന്നും നല്ല ഭക്ഷണമാണല്ലോ, അതിന് അസൂയൊക്കെ അതാരിക്ക ഫദലുല്ലാഹി യുതീഹി മൻ യശാ. ഏതായാലും മര്യാദക്ക് നല്ല ശമ്പളം കൊടുക്കണില്ല, നല്ല ചോറല്ലേ അവർ കഴിക്കുന്നുള്ളൂ, അതിന് കണ്ണുകൊള്ളിക്കല്ലേ, അത് കഴിച്ചോട്ടെ, കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലരൊക്കെ പറയും അവർക്ക് അങ്ങനെയല്ല, ഉഷാറില്ല ഭക്ഷണം ആയിക്കോട്ടെ, ദാലിക ഫദലുല്ലാഹി യുതീഹി മൻ യശാ. അള്ളാഹു അങ്ങനെ ഒരു ഔദാര്യം കൊടുക്കുകയാണെങ്കിൽ എന്തിന് നമ്മൾ അസൂയപ്പെടണം? അവർ ദീനല്ലേ പഠിപ്പിക്കണം, ഇൽമല്ലേ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്കൊരു ഖിദ്മത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. അത് വേറെ തന്നെയാണ്. ഒരു 10 രൂപ, 50, 100, 200 ഞാൻ തരാം, ചായയും ചോറൊന്നും എനിക്ക് തരാൻ പറ്റൂല എന്ന് കഴിയുന്ന ഒരാൾ പറയരുത്. കഴിയുന്നവർ, നാട്ടിലെ സിസ്റ്റം, മഹൽ അങ്ങനെയാ തീരുമാനിച്ചത്. ഓരോ മുതഅല്ലിമിന് ഒരു വീട്ടുകാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഏറ്റെടുക്കണം. പെട്ടെന്ന് ഇത് തീരണം. പിന്നെ ആളുകൾ എനിക്ക് കുട്ടീനെ കിട്ടിയില്ലല്ലോ എന്നാ പറയേണ്ടത്, എന്നല്ല എനിക്ക് വേണ്ട എന്നല്ല പറയേണ്ടത്. അതൊരു ബറക്കത്താണ്. ഒന്നുമില്ല, അവർ ദീൻ പഠിക്കുന്നവരല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കൂലേ, അല്ലാഹുമ്മ തുഇമ്മന തുഅമന വസ്കിമൻ സഖാന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, ഞങ്ങൾക്ക് തിന്നാൻ തന്നവർക്ക് നീ സ്വർഗ്ഗത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കണേ. ഇതാ ദ്വാരക്ക. അത് മാത്രം പോരെ, നമുക്ക് നാളെ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാക്കണേ. ഒരു മുതഅല്ലിമിൻ്റെയും ഒരു ഉസ്താദിൻ്റെയും ഒരു സയ്യിദിൻ്റെയും ഒരു നല്ല മനുഷ്യൻ്റെയും നാവ് കൊണ്ടൊരു പ്രാർത്ഥന കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യമല്ലേ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.